ഒരു ഗ്രഹം ശുക്രൻ അഥവാ ഗുരു അഥവാ ചന്ദ്രൻ ഓരോ വ്യക്തിയെയും ഓരോ രീതിയിൽ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാരകത്വ പ്രകാരം അവർ സ്വാധീനിക്കാൻ സാധ്യതയില്ല. അങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ അന്ധവിശ്വാസമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എപ്രകാരമാണ് ഈ കാരകത്വം ഗ്രഹങ്ങൾക്ക് കൊടുത്തത്? ഒരു പക്ഷേ LKG UKG കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ A for ആപ്പിൾ, B for ബോൾ, C for കാറ്റ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ മുതിർന്നവരോട് പറയുമ്പോൾ A for ആപ്പിൾ മാത്രമാണോ? അല്ല. ആ കുട്ടിക്ക് വേണ്ടി അത് പഠിപ്പിക്കാൻ വേണ്ടി ആപ്പിൾ എന്ന രൂപത്തെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കുന്നത് പോലെ അനവധി ജീവിത പാരാമീറ്റേഴ്സിനെ ഒരു ഗ്രഹത്തിൻ്റെ കീഴിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാകണമെന്നില്ല. അതുകൊണ്ട് ശുക്രനും ഗുരുവിനും ചന്ദ്രനുമെല്ലാം ഇന്ന പാരാമീറ്റേഴ്സ് കൊടുത്ത് അവർ ഇന്ന ഭാവത്തിൽ വരുമ്പോൾ ഇപ്രകാരമുള്ള ബിഹേവിയറൽ പാറ്റേൺ ലഭിക്കുന്നു എന്ന് ഒരു വിവരണം ജ്യോതിഷത്തിൻ്റെ പ്രവചന ഭാഗത്തിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഭാവാധിഷ്ഠിതമായ എക്സ്പ്ലനേഷനും കാരകത്വാധിഷ്ഠിതമായ എക്സ്പ്ലനേഷനും ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വിവരിക്കുകയാണെങ്കിൽ ദേ ആർ നോൺ സയൻറ്റിഫിക് എന്ന് പറയേണ്ടി വരും. കാരണം സ്പിരിച്വാലിറ്റിയെ പോലെ തെർമോമീറ്റർ ഉപയോഗിച്ചോ, സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചോ, NMR ഉപയോഗിച്ചോ, UV ഉപയോഗിച്ചോ, IR ഉപയോഗിച്ചോ, സ്കാനിങ് ഉപയോഗിച്ചോ ഇതൊന്നും തന്നെ തെളിയിക്കാൻ സാധ്യമല്ല. പക്ഷേ ആധുനിക ശാസ്ത്രത്തിനും പുരാതന ഭാരതീയ ശാസ്ത്രത്തിനും രണ്ട് വേർഡിങ്സ് ഉണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നു സീയിങ് ഈസ് ബിലീവിങ്, പുരാതന ഭാരതീയ ശാസ്ത്രം പറയുന്നു പ്രത്യക്ഷം പ്രമാണമിത്യുച്യതേ, അനുഭവത്തിലൂടെ ശരിയാണെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന കുറേ ജാതകങ്ങൾ, അതൊരു പ്രൊഫഷണൽ രീതിയിലല്ല ഞാൻ നോക്കാറുള്ളത്, ഒരു ശാസ്ത്രത്തിൻ്റെ സയൻറ്റിഫിക് ബേസിസ് അനുസരിച്ച് 10-25 പാരാമീറ്റേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ അത് ആ ജാതകത്തിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ 90-95% കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാം. ആരെയും ബോധ്യപ്പെടുത്താനല്ല, വസ്തുതാപരമായ വിശകലനത്തിലൂടെ നോക്കിയാൽ എബവ് 70% പ്രത്യക്ഷമായ അനുഭവമാണ് ലഭിക്കുന്നത് എങ്കിൽ അത് സയൻറ്റിഫിക്കലി അക്സെപ്റ്റബിൾ ആണ്. കാരണം ഇന്ന് കമ്പോളത്തിലുള്ള 600-ൽ പരം തരത്തിലുള്ള ഡ്രഗുകൾ, അതിൻ്റെ പല വെറൈറ്റികൾ വേറെയുണ്ട്. ഈ ഡ്രഗുകളെല്ലാം തന്നെ 70, 75, 80% സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് പ്രത്യക്ഷമായി തരികയും പ്രത്യക്ഷമായി സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ, പരോക്ഷമായി സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാം എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് അനവധി പരീക്ഷണങ്ങളിലൂടെ ആ ഔഷധം, ആ ഡ്രഗ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി FDA ഫെഡറേഷൻസ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻകാർ, ഡ്രഗ് കൺട്രോളർമാർ അപ്രൂവൽ കൊടുക്കുന്നത്. അതായത് എബവ് 60-70% ആപ്ലിക്കബിൾ ആണെങ്കിൽ ഈ ഒരു പാരാമീറ്റർ ഉപയോഗിക്കാം. ഒരു കാരണവശാലും ആസ്ട്രോളജി ഉപയോഗിച്ച് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കരുത്.